അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ബ്രെഡ് ഓംലേറ്റ് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇടനേരം കഴിക്കാനായിട്ട്, വൈകിട്ട് കഴിക്കാനായിട്ട് അതിന് ഞാൻ ഇത്രയ്ക്ക് ഒരു സവോള ചെറുതാക്കി പൊടിയെ അരിഞ്ഞത്, ഒരു പച്ചമുളക് പൊടിയെ അരിഞ്ഞത്, ഇത്തിരി കറിവേപ്പില പൊടിയെ അരിഞ്ഞത്, കറിവേപ്പില വേണ്ടെങ്കിൽ മല്ലിയരി ഇടാം, പിന്നെ 2 മുട്ട, പിന്നെ കുറച്ച് ഉപ്പാണ് വേണ്ടത്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയിൽ ഉപ്പിട്ട് കൊടുത്തു. ഇനി അരിഞ്ഞിട്ടിരിക്കുന്ന പൊടി അരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഒരു പച്ചമുളകാണ് എരിവിനനുസരിച്ച്, 2 കറിവേപ്പില, 2-3 അരിയാണ് പൊടി അരിഞ്ഞ് ഇട്ട് കൊടുക്കണം. ഇത് നമുക്കൊരു രാത്രിത്തെ ഭക്ഷണമായിട്ടോ, ഇടനേരത്തെ ഭക്ഷണമായിട്ടോ, രാവിലത്തെ ഭക്ഷണമായിട്ടോ ബ്രെഡ് ഓംലേറ്റ് നമുക്ക് കഴിക്കാം. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ നെയ്യ് ഒഴിക്കുന്നത് എടുക്കാൻ പറഞ്ഞു. ഇനി നമ്മൾ അതിലേക്ക് 2 പീസ് ബ്രെഡ്, ഒന്ന് 2 പുറം ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലെയിമിൽ വേണ്ട, ചൂടിൽ വേണ്ട, ചെറിയ ചൂടിൽ വെച്ച് കൊടുത്താൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഒന്ന്, ബ്രെഡൊക്കെ ഒന്ന് വെന്ത് വരേണ്ടതാണ് മുട്ടയൊക്കെ. ഇനി നമ്മൾക്ക് ബ്രെഡ് സെൻറ്ററിൽ വെച്ച് കൊടുക്കണം. ബ്രെഡ് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഒന്ന് അമർത്തി കൊടുക്കാം. ഇനി ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇത് മറിച്ചിട്ട് കൊടുത്തു. ഇനി അത് ഒന്ന് ചെറുതീയിൽ വെന്ത് വരണം. എന്താ അവിടുത്തെ മുട്ടയുടെ ഭാഗം വെന്ത് വരണം, ബ്രെഡൊക്കെ ഒന്ന് മുരിഞ്ഞ് വരണം. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഒരു വശം, 2 വശവും മുരിഞ്ഞ് വന്നു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം ഇതിങ്ങനെ മടക്കി വയ്ക്കുക. 2 സൈഡും ഇങ്ങനെ മടക്കി വയ്ക്കുക. എന്നിട്ട് ബ്രെഡ് ഇതിങ്ങനെ മടക്കാം. കണ്ട 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ബ്രെഡൊക്കെ. അപ്പോൾ നമ്മളിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പക്ഷേ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടെ കഴിക്കണം നമ്മൾ. അതാണ് ടേസ്റ്റ്. ചൂടാറിയ ടേസ്റ്റ് കുറയും ഇതിൻ്റെ. അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഓംലേറ്റ് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം, നമുക്ക് കട്ട് ചെയ്തിട്ടും കഴിക്കാം. ഞാൻ കട്ട് ചെയ്യാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ബ്രെഡ് ഓംലേറ്റ് കണ്ട സൂപ്പറായിട്ടില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടോ? ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം.